നമസ്കാരം. കേരളത്തിലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ 24 രൂപ വെച്ച് പ്രതിമാസം 2 തവണയായി 10 കിലോ അരി ജനങ്ങൾക്ക് ലഭിച്ചിരുന്നു. റേഷൻ കടകൾ വഴി ലഭിക്കുന്നതിന് പുറമെയായിരുന്നു സപ്ലൈകോ വഴി ലഭിച്ചിരുന്നത്. അരി കൂടാതെ സബ്സിഡി നിരക്കിൽ പഞ്ചസാര, ചെറുപയർ, കടല, ഉഴുന്ന് മുതലായ സാധനങ്ങളും ലഭിച്ചിരുന്നു. കഴിഞ്ഞ മാസം ഈ സബ്സിഡികൾ വെട്ടിക്കുറച്ച കേരള സർക്കാർ ഇപ്പോഴും അവശ്യ സാധനങ്ങൾ സപ്ലൈകോ സ്റ്റോറുകളിൽ എത്തിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടില്ല. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭിച്ചിരുന്ന 24 രൂപ വില വരുന്ന അരിയാണ് ഇനി മുതൽ 28 രൂപ വില വെച്ച് ജനങ്ങൾക്ക് കെ റൈസ് എന്ന പേരിൽ ലഭ്യമാക്കാൻ ഒരുങ്ങുന്നത്. ജയ അരി എന്ന പേര് കെ റൈസ് എന്നാക്കുന്നതോടെ 1 കിലോ അരിക്ക് 4 രൂപ വീതം സംസ്ഥാന സർക്കാരിന് അധിക ലാഭമുണ്ടാകും. നെല്ല് സംഭരണത്തിന് കേന്ദ്ര സർക്കാർ വില കൂട്ടുന്നതിനൊപ്പം സംസ്ഥാന വിഹിതം കുറച്ചു വരുന്നതിന് പുറമെയാണ് സപ്ലൈകോ വഴി നൽകുന്ന അരിയിൽ 4 രൂപ വീതം വർധന വരുത്താൻ കേരള സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് അടിസ്ഥാന വില ഉറപ്പിക്കുന്നതിനാണ് കർഷകരിൽ നിന്നും കേന്ദ്ര സർക്കാർ നെല്ലും ഗോതമ്പുമെല്ലാം സംഭരിച്ചു വരുന്നത്. കരിഞ്ചന്തക്കാരെയും പൂഴ്ത്തിവെപ്പുകാരെയും സഹായിക്കുന്നതിന്റെ ഭാഗമായി ഈ സംഭരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ ആവശ്യത്തിനുള്ളത് കഴിച്ച ബാക്കി FCI ഗോഡൌണുകളിൽ നശിപ്പിച്ചു കളയുകയാണ് കേന്ദ്രം ഭരിച്ച സർക്കാരുകൾ ചെയ്തിരുന്നത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ നശിപ്പിച്ചു കളയുന്നത് ഒഴിവാക്കി BPL ലിസ്റ്റിലുള്ളവർക്ക് ഒരു മാസം പരമാവധി 35 കിലോ അരി സൗജന്യമായി നൽകി വരുന്നത്. അരിവില ക്രമാതീതമായി കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ അരിവില നിയന്ത്രിക്കുന്നതിനും ഇടനിലക്കാരെയും കരിഞ്ചന്തക്കാരെയും പൂഴ്ത്തിവെപ്പുകാരെയും നിയന്ത്രിക്കുന്നതിന്റെയും ഭാഗമായാണ് 29 രൂപ വിലയ്ക്ക് നല്ല അരി പൊതുജനങ്ങൾക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തത്. ഈ അരിയാണ് ഭാരത് അരി എന്ന പേരിൽ 10 കിലോ ചാക്കിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. അരി കൂടാതെ ഭാരത് പരിപ്പ്, ഭാരത് ആട്ട, ഭാരത് ഉള്ളി കൂടി വരുന്നതോടെ നമ്മുടെ രാജ്യത്തെ BPL വിഭാഗത്തിന് സൗജന്യമായി ലഭിക്കുന്നത് കൂടാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കുറഞ്ഞ വിലയിൽ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നത്. ഭാരത് അരിക്ക് ബദലായി കേരള അരി അതായത് കെ റൈസ് ഈ വർഷം തന്നെ വരികയാണ് ചെയ്യുക. കേരള റൈസ് ബോർഡാണ് അരി വിപണിയിൽ ഇറക്കുക. കർഷകരിൽ നിന്ന് നേരിട്ട് നെല്ല് വാങ്ങി സ്വന്തം മില്ലിൽ അരിയാക്കി വിപണിയിലും കുറച്ചാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. അരിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തിക്കും. 2 ഘട്ടങ്ങളിലായാണ് കേരള റൈസ് വിപണിയിലെത്തിക്കുക. ഇതിനായി ആദ്യഘട്ടത്തിൽ പാലക്കാട് നിന്നും ചെങ്ങന്നൂരുമാണ് മില്ലുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. മണിക്കൂറിൽ 5 ടണ്ണാണ് ഉൽപാദന ശേഷി. 39 കോടിയാണ് മുതൽ മുടക്ക്. ഓണത്തിനകം മില്ലുകൾ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. വാളയാർ മെഗാ ഫുഡ് പാർക്കിലാണ് പാലക്കാട്ടെ മിൽ സ്ഥാപിക്കുന്നത്. പാലക്കാടിനും ചെങ്ങന്നൂരിനും പിന്നാലെ തൃശൂരിലും മിൽ സ്ഥാപിക്കും. കേരള അരിയുടെ 2ാം ഘട്ട നിർമ്മാണം പാലക്കാടാണ് ആരംഭിക്കുക. നന്ദി.